ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ റിസൾട്ടും അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കി ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. കുറച്ച് നാൾ നമുക്ക് സൂക്ഷിക്കാം. കുറച്ചധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ അത് കുളിക്കുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഫുൾ ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അത് നിങ്ങൾ ഫുൾ ബോഡി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിന് നമുക്ക് വേറെ സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അതുപോലെ വേറെ ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ തേക്കുവാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഡെയിലി യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടാണ് തരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാനിത് ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ട്രൈ തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ട്. ഇനി നമ്മൾ 1 വീക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് അതിന് ശേഷം നമുക്ക് ബാക്കി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ട് കണ്ടിട്ട് വരാം. തയ്യാറാക്കുന്ന വിധവും നോക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ടത് പച്ചരിയാണ്. പച്ചരി കുതിർത്ത് വെച്ച പച്ചരിയാണ് വേണ്ടത്. ഒരു 5-6 മണിക്കൂർ കുതിർത്ത് പച്ചരി എടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ യൂസ് ചെയ്യേണ്ടത്, അതായത് ഫേസ് നമ്മുടെ ഫുൾ ബോഡി ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് തന്നെ മതിയാകും കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ദിവസത്തേക്കുള്ളതുണ്ട്. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് വെള്ളം മിക്സ് ചെയ്ത് അരച്ചെടുക്കുക. കുറച്ച് അത്യാവശ്യം നല്ല വെള്ളത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അരച്ചതിന് ശേഷം അത്യാവശ്യം വെള്ളം ചേർത്ത് എടുക്കുക. കാരണം നമുക്കിത് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ചൂടാക്കുമ്പോൾ ഭാരി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ടിയാകും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ ഡൗവിൻ്റെ സോപ്പാണ്. അപ്പോൾ ഞാനൊരു ചെറിയ സോപ്പാണ് എടുത്തിരിക്കുന്നത്, 100 ഗ്രാമിൻ്റെ. ഇത് നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് ഈ സോപ്പ് നന്നായിട്ട് ക്രീമി ഒരു ടെക്സ്ചറാണ്. സോപ്പ് ഇതിലേക്ക് അലിഞ്ഞ് ചേർന്ന് രണ്ടും കൂടി ഒരു ക്രീം പരുവാകുമ്പോഴേക്കും നമുക്ക് അടുപ്പത്തു നിന്ന് വാങ്ങിയതിന് ശേഷം ചൂടാറുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്ത് ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയോ, തണുപ്പുള്ള ഏരിയ ആണെങ്കിൽ പുറത്ത് വെച്ചാലും മതി. എന്നിട്ട് ആവശ്യമനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പം നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഒന്നുകൂടെ കറക്കിയെടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ ആദ്യം എൻ്റെ കൈപ്പത്തിയിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത്രയും ഒരു ഭാഗത്ത് മാത്രമേ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഫേസിലും ചെയ്ത് കാണിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ടാനുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് ലെഫ്റ്റ് ഹാൻഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം വൈപ്പ് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിലും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ടാന് ഹസ്ബൻഡിൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ റൈറ്റ് ഹാൻഡിലേക്കാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഇത്രയും ഒരു റിസൾട്ട് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇതെല്ലാം കാരണം കറക്റ്റാണോ സത്യമാണോ അറിയത്തില്ല. നമ്മൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കാണുമല്ലോ. ഞാനും അങ്ങനെ ഒരു വീഡിയോ ഇത് കണ്ടിട്ടാണ് തന്നെ ചെയ്തത്. പക്ഷെ നമുക്കിതിൽ ഒത്തിരി ഇൻഗ്രീഡിയൻസും പിന്നെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ തന്നെ വൈപ്പ് ഓഫ് ചെയ്തു. അമേസിങ് റിസൾട്ടാണ്. ഭയങ്കര ഒരു എന്താ പറയുന്നത്, സൺ ടാനൊക്കെ മാറിയിട്ട് കൈക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൈറ്റ്നെസ് അങ്ങ് കണ്ടിന്യൂസ് നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഡെയിലി നമ്മളിത് അപ്ലൈ ചെയ്യുക, യൂസ് ചെയ്യുക. ഓൾട്ടർനേറ്റ് ഡേ എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് നമ്മൾ എന്ന് കണ്ടോ നല്ല ഡിഫറൻസ് ആണ്. എന്താ പറയണ്ടേ, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഹസ്ബൻഡ് കയ്യിലും കൂടെ ഒന്ന് വൈപ്പ് ഓഫ് ചെയ്യാവേ. കണ്ടോ, നമുക്ക് നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ കയ്യിലും. ഇപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ എൻ്റെ ഫേസിൽ തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. 2 കൈയും കൂടെ വെച്ച് കാണിക്കാം. അതിന് മുന്നേ റൈറ്റും ലെഫ്റ്റും റൈറ്റ് ഹാൻഡിന് കണ്ടോ നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ടല്ലേ. നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസിൽ എനിക്ക് വലിയ ടാനൊന്നുമില്ല, എന്നാലും കാരണം നമ്മൾ ഓരോ ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് അധികം ടാനില്ല. എങ്കിലും ഞാൻ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതാണ് ഇപ്പോൾ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്ലൈ ചെയ്ത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആകുമ്പോഴേക്ക് ഫേസിലെയും വാഷ് ഓഫ് ചെയ്യാം.
അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നന്നായിട്ട് ഇത് ഡ്രൈ ആകും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. 10 മിനിറ്റ് കൂടുതലായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതൊന്ന് വൈപ്പ് ചെയ്യാണ്. അത്യാവശ്യം നല്ലതായിട്ട് ടാൻ ഇല്ലെങ്കിലും ആ ഒരു ബ്രൈറ്റ്നെസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടാനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. നിങ്ങൾ എൻ്റെ കയ്യിൽ ചെയ്തപ്പോൾ കണ്ടു. ഫേസിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് നല്ലൊരു എന്താ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് കിട്ടിയതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ക്രീം തയ്യാറാക്കി വയ്ക്കുക, യൂസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫേസ് പാക്കിൽ കുറച്ചുകൂടെയൊക്കെ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഒരു അടിപൊളി ഫേസ് പാക്ക്, ഇതിലും കുറച്ചുകൂടെ സൂപ്പറായിട്ടുള്ള ഫേസ് പാക്കാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് ബാക്കി വെച്ചേക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, സ്റ്റേ ബ്ലെസ്ഡ്, ഹാപ്പി ആൻഡ് സ്റ്റേ ട്യൂൺ.